to all. Today we are going to discuss share exchange method or intrinsic value method. നമ്മൾ already purchase consideration discuss ചെയ്തു, various methods, lump sum, net payment, net asset. Last one, share exchange or intrinsic value method. ഈ മെത്തേഡിലൂടെ എങ്ങനെയാണ് നമ്മൾ പർച്ചേസ് കൺസിഡറേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അല്ലേ? Sometimes the purchase consideration is calculated on the basis of ratio of exchange. Okay, ratio of exchange of shares of the transferee company with the transferor company. ട്രാൻസ്ഫറി കമ്പനിയുടെ എത്ര ഷെയർസിനാണ് ട്രാൻസ്ഫറർ കമ്പനിയുടെ ഷെയർ എക്സ്ചേഞ്ച് ചെയ്യുന്നത്, അതിന്റെ റേഷ്യോയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യും? പർച്ചേസ് കൺസിഡറേഷൻ കാൽക്കുലേറ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ എന്താണ് ഇപ്പോ ട്രാൻസ്ഫറി കമ്പനിയും ട്രാൻസ്ഫറർ കമ്പനിയുടെ ഷെയർസ് ആര് ഏറ്റെടുക്കുന്നു? ട്രാൻസ്ഫറി കമ്പനി ഏറ്റെടുക്കാണ്. അത് ഷെയറിന്റെ പ്രപ്പോർഷനേറ്റ് ആയിട്ടാണ് ഇത്ര ഷെയർസിന് ഇത്ര ഷെയർ എക്സ്ചേഞ്ച് ചെയ്യുക. അതായത് എ എന്ന കമ്പനി ബി എന്ന കമ്പനിയെ ടേക്ക് ഓവർ ചെയ്യുമ്പോൾ ബി എന്ന കമ്പനിയിൽ 10,000 ഷെയർ ഉണ്ട്, എ എന്ന കമ്പനിയിൽ 20,000 ഷെയർ ഉണ്ട്. പക്ഷെ 20,000 ഷെയറും ഒരു കൊടുക്കുവോ? ഇല്ല. അതിന്റെ ഒരു പ്രപ്പോർഷനേറ്റ് എമൗണ്ടിലാണ്, പ്രപ്പോർഷനേറ്റ് റേഷ്യോയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഷെയർ എക്സ്ചേഞ്ച് ചെയ്യുന്നത്. ഈ ഷെയർ എക്സ്ചേഞ്ച് ചെയ്യുന്നതിന്റെ റേഷ്യോന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാം? പർച്ചേസ് കൺസിഡറേഷൻ കാൽക്കുലേറ്റ് ചെയ്യാം. ഈ മെത്തേഡിനെ വിളിക്കുന്ന പേരാണ് ഷെയർ എക്സ്ചേഞ്ച് മെത്തേഡ് ഓർ ഇൻട്രിൻസിക് വാല്യൂ മെത്തേഡ്. ഓക്കെ, എന്താണ്, എങ്ങനെയാണ് നമ്മൾ ഈ മെത്തേഡിലൂടെ പർച്ചേസ് കൺസിഡറേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഓക്കെ, The exchange ratio is generally based on the intrinsic value of shares. അപ്പൊ ആദ്യം നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം? ഇൻട്രിൻസിക് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം. ഇൻട്രിൻസിക് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ ആണ് ഇൻട്രിൻസിക് വാല്യൂ ഈസ് ഈക്വൽ ടു നെറ്റ് അസറ്റ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഷെയർസ്. നെറ്റ് അസറ്റ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഷെയർസ്. ഓക്കെ, ആദ്യം നെറ്റ്. അപ്പൊ എന്താണ് നെറ്റ് അസറ്റ്? ഓക്കെ, ടോട്ടൽ അസറ്റ് മൈനസ് ഔട്ട്സൈഡ് ലയബിലിറ്റീസ്. ടോട്ടൽ അസറ്റിൽ നിന്നും ഔട്ട്സൈഡ് ലയബിലിറ്റീസ് ലെസ് ചെയ്താൽ കിട്ടുന്നതാണ് നമുക്ക് എന്ത്? നെറ്റ് അസറ്റ് എന്ന് പറയുന്നത്. ഈ നെറ്റ് അസറ്റിനെ നമ്പർ ഓഫ് ഷെയർസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ഇൻട്രിൻസിക് വാല്യൂ. ഈ ഇൻട്രിൻസിക് വാല്യൂവിന്റെ ബേസിലാണ് നമ്മുടെ ഷെയറിന്റെ പ്രപ്പോർഷൻ ഓർ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾ അതിലേക്ക് നോക്കുക. നമ്മൾ നെറ്റ് അസറ്റ് എടുക്കുമ്പോൾ ഏത് അസറ്റ് എടുക്കൂല എന്ന് നമുക്കറിയാം. ഫിക്ടീഷ്യസ് അസറ്റ് നമ്മൾ എടുക്കൂല. അത് ഓൾറെഡി നമ്മൾ മുമ്പേ ഡിസ്കസ് ചെയ്തതാണ്. അസറ്റിന്റെ കാര്യം പറഞ്ഞപ്പോ നെറ്റ് അസറ്റ് ടോട്ടൽ ചെയ്യുമ്പോൾ ഏത് അസറ്റ് എടുക്കൂല? ഫിക്ടീഷ്യസ് അസറ്റ് ലൈക്ക് preliminary expenses, discount on issue of shares, debit balance or profit and loss account, huge advertisement expense തുടങ്ങിയിട്ടുള്ള ഫിക്ടീഷ്യസ് അസറ്റ്സ് ഒന്നും നമ്മൾ എന്ത് ചെയ്യൂല? കൺസിഡർ ചെയ്യൂല അല്ലെ? ഓക്കെ, നിങ്ങൾ ആ പ്രോബ്ലത്തിലേക്ക് നോക്കൂ. പേജ് നമ്പർ 182 കണ്ടോ ജിയ? കണ്ടല്ലോ അല്ലേ? ഓക്കെ, ഫർഹാന ബാക്കിലിരുന്ന് എന്താ ചെയ്യണേ? ഫർഹാനത് കണ്ടിട്ടുണ്ടല്ലോ അല്ലെ? ആ പേജ് നമ്പർ 182 നോക്ക് ഫർഹാന. ഓക്കെ, എല്ലാവരും നോക്കുന്നുണ്ടല്ലോ അല്ലെ? പേജ് നമ്പർ 182 എക്സാമ്പിൾ നമ്പർ 3 അതില് ഒരു ബാലൻസ് ഷീറ്റ് ആണ് തന്നിട്ടുള്ളത്. ആരുടെയൊക്കെ? എ എന്ന കമ്പനിയുടെയും ബി എന്ന കമ്പനിയുടെയും എന്നും തരുന്ന പോലത്തെ ബാലൻസ് ഷീറ്റ് തന്നിട്ടുണ്ട്. പിന്നെ അതിന് പുറമെ കുറച്ച് അഡീഷണൽ ഇൻഫോർമേഷൻ കൂടി നമുക്ക് തന്നിട്ടുണ്ട്. എന്തൊക്കെയാണ് അഡീഷണൽ ഇൻഫോർമേഷൻ എന്ന് പറയുന്നത്? എ ലിമിറ്റഡ് agreed to absorb B Limited as on 31st March 2018 on the following terms. എ എന്ന കമ്പനി ബി എന്ന കമ്പനിയെ അബ്സോർബ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഓക്കെ, കുഴപ്പമില്ല, അബ്സോർബ് ചെയ്തോട്ടെ അല്ലെ? എനിവേ, ബാക്കിയുള്ള ഡീറ്റെയിൽസ് ആണ് നമുക്ക് ഫോർ ദി പ്രോബ്ലം സോൾവിംഗ് പർപ്പസിന് വേണ്ടിയിട്ട് ആവശ്യം. എ ലിമിറ്റഡ് ഫസ്റ്റ് അഡീഷണൽ ഇൻഫോർമേഷൻ ആണ്. എ ലിമിറ്റഡ് agreed to repay 10% of debentures of B Limited. ബി ലിമിറ്റഡിന്റെ ഡിബഞ്ചറിന്റെ 10% എ ലിമിറ്റഡ് എന്ത് ചെയ്യാം? റീപേ ചെയ്യാമെന്ന് എഗ്രി ചെയ്തിട്ടുണ്ട്. ആയിക്കോട്ടെ, ചെയ്തോട്ടെ, നോ പ്രോബ്ലം. നെക്സ്റ്റ്, എ ലിമിറ്റഡ് ടു റീവാല്യൂ ഇറ്റ്സ് ഫിക്സഡ് അസറ്റ് 1,95,000 ടു ബി ഇൻകോർപ്പറേറ്റഡ് ഇൻ ദി ബുക്സ് അല്ലെ? അതായത് അസറ്റ് റീവാല്യൂ ചെയ്തിട്ടുണ്ട്. അസറ്റ് അത് നമ്മൾ ശ്രദ്ധിക്കണം. നമുക്ക് ടോട്ടൽ അസറ്റ് വേണമല്ലോ അല്ലെ? നെറ്റ് അസറ്റ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഷെയർസ് ആണ് ഇൻട്രിൻസിക് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ. അപ്പൊ നമുക്ക് ഇവിടെ എഗ്രീഡ് വാല്യൂ, അസറ്റ് ടേക്കൺ ഓവർ ചെയ്ത വാല്യൂ ആണ്. റീവാല്യൂ ചെയ്തിരിക്കുന്നത് എത്രയാണ്? 1,95,000 rupees അസറ്റ് റീവാല്യൂ ചെയ്തിട്ടുള്ളത്.
അടുത്തത് see shares of both the companies to be valued on net asset basis after considering 50,000 towards the value of goodwill of B Limited. അപ്പൊ ഇതാണ് പറഞ്ഞത് ഷെയർസ് എന്ത് ചെയ്തിട്ടുണ്ട് ഓഫ് ബോത്ത് ദി കമ്പനീസ് ടു ബി വാല്യൂഡ്. രണ്ട് കമ്പനിയുടെയും ഷെയർ എങ്ങനെ വാല്യൂ ചെയ്തിരിക്കുന്നത് ഓൺ ദി നെറ്റ് അസറ്റ് ബേസിസ്. ഏത് ബേസിലാണ്? നെറ്റ് അസറ്റ് ബേസിസ് ആഫ്റ്റർ കൺസിഡറിംഗ് 50,000 ടുവേർഡ്സ് ദി വാല്യൂ ഓഫ് ഗുഡ്വിൽ ഓഫ് ബി ലിമിറ്റഡ്. അല്ലെ, അതിൽ തന്നെ 50,000 ഗുഡ്വിൽ ആണ് എന്നും പറഞ്ഞിട്ടുണ്ട് ബി ലിമിറ്റഡിന്റെ. ദെൻ ദി കോസ്റ്റ് ഓഫ് അബ്സോർപ്ഷൻ 3,000. ആവശ്യമൊന്നുമില്ല, എന്നാലും കണ്ടോളൂ കേട്ടോ. കോസ്റ്റ് ഓഫ് അബ്സോർപ്ഷൻ, അബ്സോർബ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കോസ്റ്റ് 3,000 ആണ്. കാൽക്കുലേറ്റ് ദി റേഷ്യോ ഓഫ് എക്സ്ചേഞ്ച് ഓഫ് ഷെയർസ് എന്നാണ്. ഷെയർസിന്റെ എക്സ്ചേഞ്ച് റേഷ്യോ എത്രയാണ്? റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ അതിന്റെ കാൽക്കുലേഷൻ പാർട്ടിലേക്ക് പോയി നോക്ക്. ആദ്യം നമ്മൾ എന്ത് ചെയ്തു? ഫിക്സഡ് അസറ്റ് എഴുതിയില്ലേ? എ ലിമിറ്റഡിന്റെയും ബി ലിമിറ്റഡിന്റെയും. അപ്പൊ എ ലിമിറ്റഡിന്റെ ഫിക്സഡ് അസറ്റ് എന്ന് പറയുന്നത് ആക്ച്വലി ബാലൻസ് ഷീറ്റിൽ എത്രയാണ്? 1,40,000 ഉള്ളൂ. ബട്ട് നമ്മളോട് അഡ്ജസ്റ്റ്മെന്റിൽ എന്ത് പറഞ്ഞിട്ടുണ്ട്? അതിന്റെ റീവാല്യൂഡ് എമൗണ്ട് നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. ആ എമൗണ്ട് ആണ് നമ്മൾ എവിടെ എടുക്കേണ്ടത്? നമ്മൾ പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ എടുക്കേണ്ടത്. 1,95,000, ബി ലിമിറ്റഡ് 75,000. ഓക്കെ, ഗുഡ്വിൽ എ ലിമിറ്റഡിനില്ല, ബി ലിമിറ്റഡിന് എത്രയാണ്? 50,000. മറ്റൊന്ന് സ്റ്റോക്ക് ആണ് 42,000, 47,000. ട്രേഡ് ഡെപ്റ്റേഴ്സ് 30,000, 50,000. ക്യാഷ് അറ്റ് ബാങ്ക് 80,000, 10,000. അങ്ങനെ അസറ്റ് സൈഡ് ഓഫ് ചെയ്യും. ദെൻ ലയബിലിറ്റീസ് അല്ലെ, അതിൽ നമുക്ക് എന്താ ചെയ്യേണ്ട? അത് മൊത്തം ആഡ് ചെയ്തപ്പോ നമുക്ക് ടോട്ടൽ അസറ്റ് കിട്ടി. നമുക്ക് ടോട്ടൽ അസറ്റ് ആണോ ഇവിടെ വേണ്ടത്? അല്ല, എന്താ വേണ്ടത്? നെറ്റ് അസറ്റ് അല്ലെ, നെറ്റ് അസറ്റിലെ വേണ്ടതുള്ളൂ. അപ്പൊ നെറ്റ് അസറ്റ് കാണണമെങ്കിൽ ടോട്ടൽ അസറ്റ് മൈനസ് ഔട്ട്സൈഡ് ലയബിലിറ്റീസ് ആണ് എന്തെന്ന് പറയുന്നത്? നെറ്റ് അസറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ അതിൽ നിന്നും ഔട്ട്സൈഡ് ലയബിലിറ്റീസ് ആയിട്ടുള്ള ഡിബഞ്ചർ ബി എന്ന കമ്പനിക്ക് മാത്രമേ ഉള്ളൂ. അത് എല്ലാ ഔട്ട്സൈഡ് ലയബിലിറ്റീസും നമ്മൾ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നെറ്റ് പേയ്മെന്റ് മെത്തേഡ് ആണെങ്കിൽ ഡിബഞ്ചർ എടുക്കൂല എന്ന് പറഞ്ഞിരുന്നു. അത് എഴുതിയിട്ട് ഇവിടെ എടുക്കൂല എന്നൊന്നും ഇല്ല കേട്ടോ. ഇനിയിപ്പോ ആ ഡൗട്ട് നിങ്ങൾ മനസ്സിലുണ്ടാവരുത്. ഓക്കെ, അപ്പൊ ലെസ് ലയബിലിറ്റീസിൽ 10% ഡിബഞ്ചേഴ്സ് എത്രയാണ്? 20,000. പിന്നെ ക്രെഡിറ്റേഴ്സ് രണ്ടും 47,000, 32,000. അങ്ങനെ നമുക്ക് രണ്ട് കമ്പനിയുടെയും നെറ്റ് അസറ്റ് കിട്ടി. ആണല്ലോ, നെറ്റ് അസറ്റ് എന്ന് പറയുന്നത് 3 lakhും 1,80,000. കണ്ടോ? പേജ് നമ്പർ 184 കണ്ടോ? എത്രയാണ്? 3 lakhും 1,80,000 അല്ലെ. ഇനി നമ്മൾ ഇതിൽ നിന്നും ഇൻട്രിൻസിക് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം അല്ലെ. ഇൻട്രിൻസിക് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്രയാണ്? എ എന്ന കമ്പനിയുടെ ഇൻട്രിൻസിക് വാല്യൂ എത്രയാണ്? ബി എന്ന കമ്പനിയുടെ ഇൻട്രിൻസിക് വാല്യൂ. എ എന്ന കമ്പനിയുടെ നെറ്റ് അസറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 3 lakh ആണല്ലോ. എ എന്ന കമ്പനിയുടെ നെറ്റ് അസറ്റ് 3 lakh ആണ്. ബി എന്ന കമ്പനിയുടെ നെറ്റ് അസറ്റോ 1,80,000 ആണ്. എത്രയാണ്? 1,80,000 ആണ് ബി എന്ന കമ്പനിയുടെ നെറ്റ് അസറ്റ്. ഓക്കെ, ദെൻ ഇനി നമ്മൾക്ക് എന്ത് ചെയ്യണം? ഇത് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഷെയർസ്. എ എന്ന കമ്പനിയുടെ നമ്പർ ഓഫ് ഷെയർസ് എത്രയാണ്? ബാലൻസ് ഷീറ്റിലേക്ക് നോക്കൂ. ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിൽ ഷെയർ ക്യാപിറ്റൽ തന്നിട്ടുണ്ട്. എത്ര നമ്പർ ഓഫ് ഷെയർസ് ആണെന്ന് അങ്ങോട്ട് നോക്കൂ. കിട്ടിയല്ലോ അല്ലെ? എത്രയാണ്? 15,000 ഷെയർസ് ആണ് അവിടെ ഉള്ളത്. എവിടെ? എ എന്ന കമ്പനിയിൽ 15,000 ഷെയർസ് ആണ്. ബി എന്ന കമ്പനിക്ക് എത്രയാണ്? 12,000 ഷെയർസ് ആണ്. ബി എന്ന കമ്പനിക്ക് എത്രയാണ്? 12,000 ഷെയർസ് ആണ്. ഇങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ ആണ് ഇൻട്രിൻസിക് വാല്യൂ. അപ്പൊ 20ഉം 15ഉം കിട്ടും. ഇൻട്രിൻസിക് വാല്യൂ എത്രയാണ്? 20, 15. എത്രയാണ് ഇൻട്രിൻസിക് വാല്യൂ? 20, 15. കിട്ടിയോ? ഇനി ഇത് കണ്ടിട്ട് അതിന്റെ തൊട്ട് താഴെ LCM കണ്ടുകാണ്ടൊക്കെ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട കേട്ടോ. അത് നോക്കി നിങ്ങൾക്ക് മനസ്സിലാവില്ല. അതിന്റെ താഴെ ഓൾട്ടർനേറ്റീവ്ലി എന്ന് പറഞ്ഞിട്ടൊരു പാരഗ്രാഫ് കണ്ടോ നിങ്ങൾ? അത് മതി, അത് വെച്ചിട്ട് കണ്ടാൽ മതി നമ്മൾ കേട്ടോ. അപ്പൊ ഓൾട്ടർനേറ്റീവ്ലി ഡിവൈഡ് ദി നെറ്റ് അസറ്റ് ബൈ ബി ലിമിറ്റഡ്, ദി ഇൻട്രിൻസിക് വാല്യൂ ഓഫ് ദി ഷെയർ ഓഫ് എ ലിമിറ്റഡ് ടു ഫൈൻഡ് ദി നമ്പർ ഓഫ് ഷെയർസ് ഓഫ് ദി ഇഷ്യൂഡ് അല്ലെ. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ ഇവിടുത്തെ ബി എന്ന് പറയുന്ന നെറ്റ് അസറ്റിനെ എത്രയാണ്? 1,80,000 അല്ലെ. ആ നെറ്റ് അസറ്റിനെ എന്തുകൊണ്ട് ഇൻട്രിൻസിക് വാല്യൂ ഓഫ് ഷെയർസ് ഓഫ് എ ലിമിറ്റഡ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇതുകൊണ്ട് ഇതിനെ എന്ത് ചെയ്യാം? ഡിവൈഡ് ചെയ്യാം. ഓക്കെ, ഇതിനെ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ ഇങ്ങനെ തന്നെ ചെയ്യേണ്ടത്. നേരെ ഇങ്ങോട്ട് വരരുത്, നേരെ ഇങ്ങോട്ട്. ഓക്കെ, ഡിവൈഡഡ് ബൈ 20.
അപ്പൊ എത്ര കിട്ടും നമുക്ക്? 1,80,000 ഡിവൈഡഡ് ബൈ 29,000 ഷെയർസ് എന്ന് കിട്ടും. കിട്ടിയോ? എന്താ കിട്ടിയത്? 9,000 ഷെയർസ്. ഇതിനർത്ഥം എന്താണ്? ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? അതായത് 9,000 ഷെയർസ് ഓഫ് എ ലിമിറ്റഡ് വിൽ ബി ഈക്വൽ ടു 12,000 ഷെയർസ് ഓഫ് ബി ലിമിറ്റഡ്. അതാണ് ഇവിടെ 15,000 ഷെയർസ് ഉണ്ട് എഴുതിയിട്ട് ഇതൊക്കെ അങ്ങോട്ട് കൊടുത്തിട്ട് വേണം ഇവരുടെ 12,000 ഷെയർസ് വാങ്ങാനാണോ എക്സ്ചേഞ്ച് ചെയ്യാനാണോ? അല്ല. ഇവിടെ എ ലിമിറ്റഡിന്റെ 50 എടുക്കാതെ നമ്മൾ ഇൻട്രസ്റ്റിക് വാല്യൂ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു? നമ്പർ ഓഫ് ഷെയർസിന്റെ എണ്ണം കണ്ടെത്തി. നമ്പർ ഓഫ് ഷെയർസ് എത്രയാണ്? 9,000. ഇതിനർത്ഥം എന്താണ്? 9,000 എന്ന് പറയുന്നത് എയുടെ ഷെയർ ആണ്. എത്രയാണ്? ഈക്വൽ ടു 12,000 ഷെയർസ് ഓഫ് ബി ലിമിറ്റഡ്. എ ലിമിറ്റഡിന്റെ 9,000 ഷെയർസ് ബി ലിമിറ്റഡിന്റെ 12,000 ഷെയർസിന് ഈക്വൽ ആണ് എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നിങ്ങളോട് എന്താ പറഞ്ഞത്? റേഷ്യോ മാത്രം, ഷെയർ എക്സ്ചേഞ്ച് ചെയ്യുന്ന റേഷ്യോ മാത്രം കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. ഇവിടുത്തെ റേഷ്യോ എത്രയാണ്? പറയൂ, എത്രയാടോ? 3:4 അല്ലേ? 3:4 അല്ലേ റേഷ്യോ? ഷെയർ എക്സ്ചേഞ്ച് ചെയ്യുന്ന റേഷ്യോ എന്ന് പറയുന്നത് 3:4. അതായത് ഒരു എ എന്ന കമ്പനിയുടെ ഓരോ 3 ഷെയറിനും ബി എന്ന് പറയുന്ന കമ്പനിയുടെ 4 ഷെയർ വെച്ചിട്ടാണ് ഷെയർ എക്സ്ചേഞ്ച് ചെയ്യുന്നത്. ആ ഷെയർ എക്സ്ചേഞ്ച് ചെയ്യുന്ന റേഷ്യോ ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത്. കിട്ടിയോ? കിട്ടിയില്ല കുട്ടികളെ? ഞാൻ ഡിസ്കസ് ചെയ്യണ്ടല്ലോ, നമ്മൾ ഇതിമ്മ തന്നെ ഇരുന്നിട്ടും കാര്യം കേട്ടോ. കുറെ പഠിക്കാണ്ട്. നിങ്ങൾ ഞാനൊരു വീഡിയോ ഇടുന്നാവും കാത്തങ്ങനെ ഇരിക്കണ്ട. മുന്നത്തെ വീഡിയോസ് ഒക്കെ നോക്കുക, എല്ലാം പഠിക്കുക. ജൂലൈയിലാവുമ്പോഴേക്കും എനിക്ക് എക്സാം വരാൻ ചാൻസ് ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പൊ നമ്മളിപ്പോ ഇതിങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് പോണത് എസ്എ ക്വസ്റ്റ്യൻ ആയിട്ട് വരും കരുതിയിട്ടാണ്. അതിന്റെ ഒപ്പം നിങ്ങൾ മറ്റുള്ള ഇപ്പൊ ഹ്യൂമൻ റിസോഴ്സ് അക്കൗണ്ടിങ് അങ്ങനത്തെ കാര്യങ്ങളും അതുപോലെ ആ ടാക്സേഷനൊക്കെ ഒരുപാട് സിലബസിലുണ്ട്. സിലബസ് നോക്കി കംപ്ലീറ്റ് പഠിക്കണം കേട്ടോ. സിലബസ് നോക്കി വായിച്ച് പഠിക്കല്ലാതെ ഒരു നിവർത്തിയില്ല. നമുക്കറിയാലോ ഇതുപോലെയുള്ള എന്താ പറയാ ഇങ്ങനത്തെ അസുഖങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നേരിട്ട് സമ്മതിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളെ കൊണ്ട് ഇപ്പോൾ ഡിഗ്രി കുട്ടികളൊക്കെ നന്നായിട്ട് ഇപ്പോൾ നിങ്ങളെ PG-കാരുടെ ഫൈനൽ PG എക്സാം എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അവർക്കൊക്കെ കുറച്ചൊക്കെ പെൻഡിങ് ഉണ്ടായിരുന്നു. അവരൊക്കെ സ്വയം പഠിച്ചിട്ട് എന്താണ് ചെയ്യാണ്. കുറച്ചൊക്കെ നമ്മൾ വാട്സപ്പിലൂടെ അതിലൂടെയൊക്കെ പറഞ്ഞു കൊടുക്കുക എന്നല്ലാതെ കഴിഞ്ഞിട്ടില്ല. അപ്പൊ നിങ്ങൾ ഇത് മാത്രം നോക്കിയിട്ട് നിൽക്കരുത്. ഈ ചാപ്റ്റർ ഇങ്ങനെ പോട്ടെ, ബാക്കിയുള്ള ചാപ്റ്റർ നിങ്ങൾ എന്ത് ചെയ്യണം? പഠിക്കണം. ഇങ്ങനെ കിട്ടുന്ന ടൈമൊക്കെ നമുക്ക് എന്ത് ചെയ്യും? എനിക്ക് നിങ്ങളെ ക്ലാസ്സിന് മാത്രം വീഡിയോ ചെയ്താൽ പോലെ. വേറെ ഇപ്പൊ ഞാൻ മോർണിംഗിൽ 3rd BCom വീഡിയോ ചെയ്യായിരുന്നു. പിന്നെ എല്ലാവരും ഒന്നും വീഡിയോ ചെയ്യുന്നില്ല. ഇങ്ങനെ വീഡിയോ ചെയ്യാതെ മറ്റുള്ളവർ വരുന്നവർക്ക് ഇങ്ങനെ പറയുകയാണെങ്കിൽ ഈസിയാണ്. പക്ഷെ വീഡിയോ ചെയ്യുമ്പോൾ കുറച്ച് ടൈം എടുക്കും. അതുകൊണ്ടാണ് ഇത് മാത്രം എന്താണ് ഇതാക്കാൻ നിൽക്കരുത്. മറ്റും കൂടി ബുക്കും കൂടിയൊക്കെ ഒന്ന് നോക്കണം. ഇതിലിനി ഫ്രാക്ഷൻ ഓഫ് ഷെയർസ് പറയുന്നുണ്ട് കേട്ടോ. അത് നിങ്ങൾ എന്താണ് തിയറി ഒന്നും പഠിക്കണ്ട. അതിൽ ആ എക്സാമ്പിൾ നമ്പർ 4 നോക്ക്. കണ്ടോ? എക്സ് ലിമിറ്റഡ് ഹാസ് എഗ്രീഡ് ടു ഇഷ്യൂ 1 ഷെയർ ഓഫ് ₹10 each ഫോർ എവറി 3 ഷെയർസ് ഇൻ ദി വൈ ലിമിറ്റഡ്. എന്താണ് അതിന്റെ അർത്ഥം? എക്സ് ലിമിറ്റഡ് ഹാസ് എഗ്രീഡ് ടു ഇഷ്യൂ 1 ഷെയർ ഓഫ് 10 each ഫോർ എവറി 3 ഷെയർസ് ഇൻ ദി വൈ ലിമിറ്റഡ്. വൈ ലിമിറ്റഡിലെ ഓരോ 3 ഷെയർസിനും എക്സ് ലിമിറ്റഡിന്റെ എത്ര ഷെയറാണ് കൊടുക്കുന്നത്? 1. കിട്ടിയോ? എക്സ് ലിമിറ്റഡിന്റെ അതായത് വൈ ലിമിറ്റഡിന്റെ ഓരോ 3 ഷെയർസിനും എക്സ് ലിമിറ്റഡിന്റെ ആകെ ഒരു ഷെയർ മാത്രമാണ് കൊടുക്കുന്നത്. അതായത് എക്സ് ലിമിറ്റഡ് ഹാസ് എഗ്രീഡ് ടു ഇഷ്യൂ 1 ഷെയർ ഓഫ് ₹10 എവറി 3 ഷെയർസ് ഇൻ ദി വൈ ലിമിറ്റഡ്. വൈ ലിമിറ്റഡിലെ ഓരോ 3 ഷെയർസിനും എക്സ് ലിമിറ്റഡിന്റെ ഓൺലി 1 ഷെയർ മാത്രമാണ് കൊടുക്കുന്നത്. ഓക്കെ. Then next sentence, there are 10,000 shares of ₹10 each in the Y limited. അല്ലെ? എത്ര ഉണ്ട്? 10,000 ഷെയർസ് ആണ്. 10 രൂപന്റെ 10,000 ഷെയർസ് ആണ് വൈ ലിമിറ്റഡിനുള്ളത്. The shares of X limited are quoted at ₹24 in the market. 10 rupees ആണ് ഫേസ് വാല്യൂ. പക്ഷെ മാർക്കറ്റ് വാല്യൂ എക്സ് ലിമിറ്റഡിന്റെ ഷെയർസിന് എത്രയാണ്? 24 ആണ്. ഓക്കെ. ഫൈൻഡ് ഔട്ട് ദി എമൗണ്ട് ഓഫ് പർച്ചേസ് കൺസിഡറേഷൻ. ഇങ്ങോട്ട് പർച്ചേസ് കൺസിഡറേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ. അപ്പൊ എന്ത് ചെയ്യണം? ഫസ്റ്റത്തെ സൊല്യൂഷൻ തന്നെ എന്താണ്? വൈ ലിമിറ്റഡിന്റെ ഓരോ 3 ഷെയർസിനും എക്സ് ലിമിറ്റഡിന്റെ ഒരു ഷെയർ വെച്ചിട്ടാണ് കൊടുക്കുന്നത് അല്ലെ? അപ്പൊ നമുക്ക് എന്താണ്? ഫോർ 10,000 ഷെയർസ് ഓഫ് എക്സ് ലിമിറ്റഡ് ഗീവ്സ് 1/3 into 10,000 ഷെയർസ് എന്നാണ് അല്ലെ? അതായത് നമുക്കറിയാം ഇവിടെ ഇതിലേക്ക് നോക്കുക.
എക്സ്ചേഞ്ച് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. അപ്പൊ എന്താണ് നമ്മൾ എഴുതേണ്ടത് അല്ലെ? 10,000 ഷെയർസ് ഓഫ് എക്സ് ലിമിറ്റഡ്, എക്സിന്റെ 10,000 ഷെയർസ് അല്ലെ എന്തിന് ഈക്വൽ ആണ്? 1/3 ഓഫ് വൈ ലിമിറ്റഡ് ആണ് അല്ലെ. അപ്പോ ഇവിടെ ആക്ച്വലി എത്ര ഉണ്ടാവും? 33 1/3 കിട്ടും. ഓക്കെ, എത്ര കിട്ടാം? 33 1/3 ഷെയർസ് കിട്ടും. 33 1/3 ഷെയർസ് കിട്ടും അല്ലെ. ഇൻ ദിസ് കേസ് എക്സ് ലിമിറ്റഡ് വിൽ ഗിവ്, നമുക്കറിയാം ഈ ഫ്രാക്ഷൻ ആയിട്ട് ഷെയർ നമുക്ക് കൊടുക്കാൻ പറ്റില്ലല്ലോ. ഈ ഷെയർ അല്ലേ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. ഈ 1/3 എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഷെയർ കൊടുക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇൻ ദി എക്സ് ലിമിറ്റഡ് വിൽ ഗിവ് 3,333 and cash equivalents to market value of 1/3 ഷെയർ. ഇത്ര ഷെയർസും കൊടുക്കും, ഇത്ര ക്യാഷ് മാർക്കറ്റ് വാല്യൂ ഇത്ര. 1/3 ഷെയർസിന് എത്രയാണ് അതിന്റെ മാർക്കറ്റ് വാല്യൂ വെച്ചാല് അതിന്റെ ക്യാഷും കൊടുക്കും, ഇത്ര ഷെയർസും കൊടുക്കും അല്ലെ. അപ്പൊ നമുക്ക് അതെന്ത് ചെയ്യാം? കാൽക്കുലേറ്റ് ചെയ്യാം, ടോട്ടൽ കാൽക്കുലേറ്റ് ചെയ്യണം അല്ലെ. അപ്പോ ഇവിടെ എത്ര ഷെയർ ആണ് കൊടുക്കേണ്ടത്? വൈ ലിമിറ്റഡ് എക്സ് ലിമിറ്റഡിന്റെ ഈ ഒരു ഷെയറിന് വൈ ലിമിറ്റഡിന്റെ 3 ഷെയർ കൊടുക്കണം. അങ്ങനെയാണല്ലോ ഇപ്പൊ പറഞ്ഞത് അല്ലെ. അങ്ങനെയാണ് നമ്മളിത് എന്ത് ചെയ്തത്? കാൽക്കുലേറ്റ് ചെയ്തത് അല്ലെ. 1 കിട്ടണമെങ്കിൽ 3 ഷെയർ ആരുടേത് കൊടുക്കണം? വൈയുടേത് കൊടുക്കണം. അങ്ങനെ വൈ ഇപ്പൊ എത്ര കൊടുക്കണം എന്നാ പറഞ്ഞേ? 3,333 into 1/3 അല്ലെ. 1/3 ഷെയർസ് ആണ് ആർക്ക് കൊടുക്കേണ്ടത്? ഈ എക്സിന് കൊടുക്കേണ്ടത് അല്ലെ. പർച്ചേസ് കൺസിഡറേഷൻ ആയിട്ട് അല്ലെ. ആർക്ക് കൊടുക്കണം? വൈക്ക് കൊടുക്കണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഷെയർ ആയിട്ട് എത്ര കൊടുക്കുക? 33. then 1/3 എന്തായിട്ടാ കൊടുക്കുക? ക്യാഷ് ആയിട്ട്. അപ്പൊ എത്ര കൊടുക്കണം നമുക്കറിയാം. ഇതെങ്ങനെ ഇത്രയും കിട്ടിയത്? എങ്ങനെ? ഇത്രയും ഷെയർസ് ആണല്ലോ അല്ലെ. 33,333. ഇവിടെ എത്ര കിട്ടിയത്? 3 into 10. 10 അല്ലേ കൊടുക്കുക. അപ്പൊ എത്ര കിട്ടും? 3,330 അല്ലെ. പിന്നെ 1/3 എന്തായിട്ട് കൊടുക്കണം എന്നാ പറഞ്ഞേ? അതിന്റെ ക്യാഷ്. എങ്ങനെ നമ്മൾ 1/3 ക്യാഷ് കാൽക്കുലേറ്റ് ചെയ്യാം? അതിന്റെ മാർക്കറ്റ് വാല്യൂ എത്രയാണെന്നാ പറഞ്ഞിട്ടുള്ളത്? 24 ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് അല്ലെ. 1/3 into 24 ക്യാഷ് ആയിട്ടും കൊടുക്കും. അപ്പൊ 8 കിട്ടും. ഓക്കെ, അപ്പൊ ടോട്ടൽ പർച്ചേസ് കൺസിഡറേഷൻ എന്ന് പറയുന്നത് 33,338 ആണ് എന്തെന്ന് പറയുന്നത് പർച്ചേസ് കൺസിഡറേഷൻ. കിട്ടിയോ? ഇത്രയേ ഉള്ളൂ. എക്സ് എന്ന കമ്പനിയുടെ ഒരു ഷെയർ വൈ എന്ന കമ്പനിയുടെ 3 ഷെയറിന് ഈക്വൽ ആണ്. അപ്പൊ നമ്മൾ ആദ്യത് ആ ഷെയർ എത്ര ഷെയർ വേണമെന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. അതായത് ഫോർ 10,000 ഷെയർസ് ഓഫ് എക്സ് ലിമിറ്റഡ് 1/3 into 10,000 shares of Y Limited. So in the case of X Limited, will get 3,333 shares and cash equivalent to ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? ഇത്രയും എമൗണ്ട് കിട്ടും. ഇൻറ്റു 1/3 ആണ് അല്ലെ. 1/3 ഷെയർസ് ആണ് ശരിക്കും നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഇഷ്യൂ ചെയ്യാൻ. അപ്പൊ 1/3 ആയിട്ട് ഷെയർ ഇഷ്യൂ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതിന്റെ പണത്തിന്റെ മൂല്യം കണക്കാക്കിയിട്ട്, ഷെയറിന്റെ മൂല്യം കണക്കാക്കിയിട്ട് അതും കൂടി ആഡ് ചെയ്തിട്ടാണ് നമ്മൾ പർച്ചേസ് കൺസിഡറേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, എങ്ങനെയാണ് ആ ഇത്രയും എമൗണ്ട് കിട്ടിയെന്ന്? ഈ 10,000 into 1/3 അല്ലെ. 10,000 into 1/3 ആണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ ഈ 33. ദെൻ അതിന്റെ കൂടെ അത് മാത്രം മതിയോ? പോരാ. ഇൻറ്റു 1/3 ആണെന്നാണ് നമുക്ക് അതിന്റെ ആൻസർ കിട്ടുക. ഓക്കെ, അങ്ങനെ കിട്ടുമ്പോൾ ആ 1/3 എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഷെയർ കൊടുക്കാൻ പറ്റൂല. അപ്പോ 3,333 ഷെയർസും ബാക്കി ആ 1/3 വരുന്നുണ്ടല്ലോ, ആ ഷെയറിന്റെ വാല്യൂ ക്യാഷ് ആയിട്ടുമാണ് കൊടുക്കുക. അപ്പോ അത് അവിടെ നമ്മളിവിടെ ഇൻറ്റു ഇത്രയാണ് ഷെയറിന്റെ എണ്ണം, അതേ ഇൻറ്റു 10. അപ്പൊ ഇത് കിട്ടും
പിന്നെ 1/3 ആണ് ഷെയർ, അതിന്റെ മാർക്കറ്റ് വാല്യൂ 24 ആണ്. അത് വെച്ചിട്ട് 8 കിട്ടും. ഇത് ടോട്ടൽ ചെയ്യുമ്പോൾ ഈ എമൗണ്ട് കിട്ടും. അങ്ങനെയാണ് നമ്മൾ ഇൻട്രിൻസിക് വാല്യൂ അല്ലെങ്കിൽ ഫ്രാക്ഷൻ, ഷെയർസിന്റെ ഫ്രാക്ഷൻ കണ്ടിട്ട് പർച്ചേസ് കൺസിഡറേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ ഉള്ളത്. പൊതുവേ ചിലപ്പോൾ സിമ്പിൾ ആയിട്ടായിരിക്കും. ഇതൊന്നും നിങ്ങൾക്ക് ഇത് മാത്രം ചോദിക്കുന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം ഇതൊക്കെ ഡിഗ്രി ലെവലിലൊക്കെ പണ്ടൊക്കെ ചോദിച്ചിരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം പിന്നെ ഈ പർച്ചേസ് കൺസിഡറേഷൻ എന്തിനാ കാൽക്കുലേറ്റ് ചെയ്യുന്നത് വെച്ചാൽ എല്ലാ പ്രോബ്ലത്തിലും, അമാൽഗമേഷനിലെ എല്ലാ പ്രോബ്ലത്തിലും പർച്ചേസ് കൺസിഡറേഷൻ കാണാനുണ്ടാവും. ചിലപ്പോൾ ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ആവശ്യമൊന്നുമില്ല. ഒരു പേയ്മെന്റ് മെത്തേഡും ഒരു നെറ്റ് അസറ്റ് മെത്തേഡും ഇൻട്രിൻസിക് വാല്യൂ മെത്തേഡും ഒന്നും ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പ്രോബ്ലം ചെയ്യാം ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ടെങ്കിൽ. പക്ഷേ ഇത് ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടില്ലെങ്കിൽ ഏത് മെത്തേഡിലാണോ ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് ആ മെത്തേഡിൽ കാൽക്കുലേറ്റ് ചെയ്യണം. ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ട് വരുമെന്നൊന്നും പറയാൻ പറ്റില്ല. എന്നാലും നിങ്ങൾ പഠിച്ചു വെച്ചോ. ചിലപ്പം ഇനി എങ്ങനെ വരുന്നൊന്നും നമുക്ക് യൂണിവേഴ്സിറ്റിയാണ് പറയാൻ പറ്റില്ല. നിങ്ങൾക്ക് ഇപ്പോൾ ഇതിന്റെ മുന്നത്തെ എക്സാമിന്റെ ഇതൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ. ഇനി നമ്മൾ പ്രോബ്ലം പാർട്ടിലേക്കാണ് പോകുന്നത്. അത് നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ പറയാം. എല്ലാവരും ആ പ്രോബ്ലത്തിന്റെ ഭാഗം. ഇനി നമുക്ക് ഇതേപോലെ ബോർഡിൽ ചെയ്യാൻ പറ്റിയ പ്രോബ്ലംസ് ഒന്നുമല്ല, ഒക്കെ ബുക്ക് വെച്ചിട്ട് നോക്കാൻ പറ്റിയ പ്രോബ്ലംസ് ആണ്. അപ്പൊ നിങ്ങൾ മാക്സിമം ഇനി ഇപ്പൊ നമുക്കൊരു ട്രാക്കിലായല്ലോ. അമാൽഗമേഷന്റെ ആ ഒരു ഫസ്റ്റ് സ്റ്റേജ് എത്രയാണ് പർച്ചേസ് കൺസിഡറേഷൻ ആദ്യം കാൽക്കുലേറ്റ് ചെയ്യണം. അത് തന്നെയാണ് അമാൽഗമേഷന്റെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു.